Hello friends, this is Kiran CS. You are watching me on KCS classes for Commerce and Management. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ദി മെയിൻ ടു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. നമ്പർ 1 പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് നമ്പർ 2 വെൽത്ത് മാക്സിമൈസേഷൻ. So financial management simply means what? Planning and controlling of a firm's financial resources is simply known as financial management. So we can divide the word into two. Number 1 financial and number 2 management. So finance simply means what? Fund. So management of fund is simply known as financial management. സോ എപ്പോഴാണ് ഈ പറയുന്ന ഫിനാൻസിൻ്റെ കൂടെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു റെലവൻസ് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യേണ്ടി വരിക? ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ്? നമുക്കറിയാം, കോംപ്ലക്സിറ്റി കൂടുമ്പോൾ, അല്ലെങ്കിൽ സിംപ്ലി പറയാം ഓൾട്ടർനേറ്റീവ്സ് കൂടുമ്പോഴാണ് അവിടെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റെലവൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ കോളേജിലോട്ട് പോകണം, ബസ് വഴി മാത്രമാണ് എനിക്ക് പോകാനുള്ള ഒറ്റ മാർഗ്ഗമുള്ളെങ്കിൽ അവിടെ മാനേജ്മെൻറ്റിൻ്റെ റെലവൻസ് വരുന്നില്ല, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ്, എനിക്ക് 2 വീലറിനുള്ള ചാൻസ് ഉണ്ട്, 4 വീലറുണ്ട്, ഓട്ടോ ഉണ്ട്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് കൂടുമ്പോഴാണ് അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റെലവൻസ് വരുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓൾസോ, ഒരു സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റിന് റെലവൻസ് വരുന്നത് ഈ കോംപ്ലക്സിറ്റി, ഫണ്ട് റേസ് ചെയ്യുമ്പോഴുള്ള കോംപ്ലക്സിറ്റി കുറയ്ക്കാനും ഏറ്റവും നല്ല രീതിയിൽ ഇത് ഫണ്ട് റേസ് ചെയ്ത് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്കോപ്പിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പറയുന്ന ആക്ടിവിറ്റീസ് എന്താണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നടക്കുന്നത് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, നമ്പർ 2 യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അവിടെ ചെയ്യുന്നത്. ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, ദെൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് സിംപ്ലി മീൻസ് വാട്ട്? എത്ര ഫണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും? 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുമ്പോൾ, ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 1 ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ, നമ്പർ 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്പർ 3 ലിവറേജ്. സോ നമ്പർ 1 ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ സ്ട്രക്ചർ സിംപ്ലി മീൻസ് ദി ജുഡീഷ്യസ് മിക്സ്ചർ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ഒരു ഓർഗനൈസേഷനിലോട്ട് വേണ്ട ഫണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഓണേഴ്സ് ഫണ്ട് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയറാണ്. ദേ ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ആ ഫണ്ടിനെ നമുക്ക് പറയാം ഓണേഴ്സ് ഫണ്ടെന്ന്. ദെൻ ഇൻ ദി കേസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്, ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് മീൻസ് വാട്ട്? ഡെറ്റ് സർട്ടിഫിക്കറ്റ്, കടപ്പത്രം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളെങ്കിൽ അവർ ഔട്ട്സൈഡേഴ്സാണ്. സോ അതിനെ നമുക്ക് പറയാം ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. സോ ദി ജുഡീഷ്യസ് മിക്സ്ചർ ഓഫ് owners fund and outsiders fund is simply known as capital structure of the organization. So that's the number 1 point the financial manager want to consider. Then number 2 cost of capital. ഈ പറയുന്ന ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇൻ ദി കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ റേസ് ചെയ്യണമെങ്കിൽ നമ്മളതിന് തിരിച്ചു കൊടുക്കുന്നത് ഡിവിഡൻ്റാണ്. ഇൻ ദി കേസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരാ ഇൻട്രസ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും രണ്ടും റിലേറ്റഡ് ആണ്. ദെൻ മൂവിങ് ടു തേർഡ് വൺ ഫിനാൻഷ്യൽ, ദാറ്റ് മീൻസ് ലിവറേജ് മീൻസ് റിസ്ക് ആണ്. സോ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാൻ പാടുള്ളൂ, ഫണ്ട് റേസ് ചെയ്യാൻ പാടുള്ളൂ. നമ്പർ 1 ക്യാപിറ്റൽ സ്ട്രക്ചർ, നമ്പർ 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്പർ 3 ലിവറേജ്. സോ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സിൽ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ 1, അതാണ് നമ്പർ 1 സ്കോപ്പ് എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റിംഗ് ദി ടോട്ടൽ റിക്വയർഡ് ഫണ്ട് ഫോർ എ ഗിവൺ പീരീഡ്. That is the number 1 scope.
എത്രത്തോളം ഫണ്ട് ഒരു ഓർഗനൈസേഷനിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമുക്ക് വേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദി നമ്പർ 1 സ്കോപ്പ്, എസ്റ്റിമേഷൻ. Number 2, raising the amount of fund from various sources, both national and international, keeping in mind the cost effectiveness of the fund also. So നമ്മൾ എത്രത്തോളം ഫണ്ട് വേണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് നോക്കേണ്ടത്. സോ ദാറ്റ്സ് ദി സെക്കൻഡ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ദീസ് ആർ ദി 2 ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് കംസ് അണ്ടർ procurement of funds. Then moving to number 2, utilization of fund ആണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്പർ 1, capital budgeting. Number 2, working capital requirements. So capital budgeting means what? The amount we are utilizing for a long term purpose. ഒരു ലോങ് ടേം പർപ്പസിനാണ് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ദെൻ നമ്പർ 2, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഡേ ടു ഡേ പർപ്പസിന് ഒരു ഓർഗനൈസേഷനിലോട്ട് വേണ്ട ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. So these are the 2 important points we want to consider under utilization of fund. So മൂന്നാമത്തെ സ്കോപ്പായിട്ട് വരുന്നത് ഇൻവെസ്റ്റിംഗ് ദി ഫണ്ട് ബോത്ത് ഫോർ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ നീഡ്സ്. ഈ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ലോങ് ടൈമിനും ഷോർട്ട് ടൈം പർപ്പസിനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്കോപ്പായി വരുന്നത്. മൂവിങ് ടു ദി ഫോർത്ത് വൺ, ഫണ്ടിങ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു ഡേ ടു ഡേ പർപ്പസിന് നമുക്ക് വേണ്ട ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സിംപ്ലി കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അവിടെ ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ പ്രോപ്പർ മാനേജ്മെൻറ്റ് അവിടെ ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ദി ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ്. ആൻഡ് മൂവിങ് ടു ദി ഫിഫ്ത്ത് വൺ, paying to creditors on time and collecting from debtors on time. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കറക്റ്റ് സമയത്ത് കൊടുക്കുക, ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ളത് കറക്റ്റ് സമയത്ത് കളക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ദി ഫിഫ്ത്ത് ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ്. ആൻഡ് മൂവിങ് ടു ദി സിക്സ്ത് വൺ, പേയിങ് ഇൻട്രസ്റ്റ് ടു ബോറോയിങ്സ് ഓൺ ടൈം. ബോറോയിങ്സിന് അല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ചിട്ടുള്ള അവർക്ക് ഇൻട്രസ്റ്റ് പ്രോപ്പറായി പേ ചെയ്യുക. So that's the next important scope. And moving to the seventh one ആയിട്ട് പറയുന്നത് പേ ഓഫ് ദി മണി ലെൻഡേഴ്സ് ഓൺ ടൈം. നമ്മൾ മണി ലെൻഡേഴ്സിനെ കൊടുത്ത് അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് പ്രോപ്പറായിട്ട് പേ ചെയ്ത് അവസാനിപ്പിക്കുക. ആൻഡ് മൂവിങ് ടു ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ്, ഞാൻ മെയിൻ സ്കോപ്പാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കോപ്പായിട്ട് പറയുന്നത് പ്രൊവൈഡ് എ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക. സോ ദീസ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിൽ ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻഫർമേഷൻ കൺവേ ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പോയിൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ മെയിൻ സ്കോപ്പ് പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന പോയിൻറ്റുകളായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്പർ 1 എന്താണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, അതിൽ 2 പോയിൻറ്റ്, എസ്റ്റിമേഷൻ ഓഫ് ഫണ്ട്, ദെൻ അതിനുശേഷം റേസിങ് ദി എമൗണ്ട് ഓഫ് ഫണ്ട് ഫ്രം വാരിയസ് സോഴ്സസ്. ഈ 2 പോയിൻ്റാണ് എവിടെ വരുന്നത്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സിൽ വരുന്നത്. യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടിൽ വരുന്നത് ഇൻവെസ്റ്റിംഗ് ദി എമൗണ്ട് ഓഫ് മണി ബോത്ത് ഫോർ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ നീഡ്സ്. ആൻഡ് നമ്പർ 4 വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ഫണ്ടിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ദെൻ 5th പറഞ്ഞത് പേ ഓഫ് ടു ക്രെഡിറ്റേഴ്സ് ഓൺ ടൈം, കളക്ടിങ് ഫ്രം ഡെറ്റേഴ്സ് ഓൺ ടൈം. ദെൻ ബോറോയിങ്സും ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് നെക്സ്റ്റ് പറഞ്ഞത്. ദെൻ മണി ലെൻഡേഴ്സിന് പേ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ളത് ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കുക. ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് ഈ പറയുന്ന പ്രൊവൈഡ് എ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ദീസ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാം. CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ കോളേജിയറ്റ് എഡ്യൂക്കേഷനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.